കാര്യങ്ങളെല്ലാം ഒരു വിധത്തിൽ തന്നെ ഹേമന്ത് സാറ് കവറപ്പ് ചെയ്തു. അതിനെയാണ് എലൈറ്റ് ലീഡേഴ്സ് എന്ന് പറയാം. എലൈറ്റ് ലീഡേഴ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും പയറ്റി തെളിയാൻ ഒരുപാട് കാര്യങ്ങളെന്ന് അവർക്ക് വിശ്വാസമുണ്ട്. പക്ഷെ കണ്ട് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവരെ എല്ലാം നേടിയെടുത്ത ആൾക്കാരാണ്, എല്ലാം പഠിച്ച ആൾക്കാരാണ്, എല്ലാ രീതിയിലും നമുക്ക് സപ്പോർട്ട് തരുന്ന ആൾക്കാരാണ്. പക്ഷെ അവരെ തന്നെ വീണ്ടും വീണ്ടും ഉരച്ചൊരച്ച് ആ മാറ്റ് കൂട്ടുകയാണ്. അത് തന്നെയാണ് ഹേമന്ത് സാറിന്റെ പ്രവർത്തനത്തിലൂടെ നമുക്ക് എല്ലാവർക്കും ഓരോ കൊല്ലം കഴിയും തോറും വീണ്ടും വീണ്ടും കാഴ്ചവെച്ചുകൊണ്ട് ഇനിയും അത്ഭുതങ്ങൾ അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്ന് നമുക്ക് വരാനുണ്ട്. ഇനിയും മാതൃകയാക്കാൻ വരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനുണ്ട്. അത് തന്നെയാണ് ഒരു എലൈറ്റ് ലീഡറിന്റെ എല്ലാ വിധത്തിലുള്ള ഗുണങ്ങളും. ഇന്നും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്ന കുറച്ച് കാര്യങ്ങളും ആ രീതിയിൽ സവിശേഷത അർഹിക്കുന്നതാണ്. നമ്മുടെ സിസ്റ്റത്തെ പറ്റിയിട്ടുള്ളതാണ്. ഒരുവിധം A to Z ആയിട്ടുള്ള കാര്യങ്ങൾ കവർ ആവുന്നുണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും ഇന്നത്തെ സെഷൻ ഒരു രീതിയിലും നിങ്ങൾക്ക് യാതൊരു തരത്തിൽ ടൈം വേസ്റ്റ് ആയിരിക്കില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാനും പറ്റും, ഈ സെഷൻ കേൾക്കാത്ത ആൾക്കാർക്ക് അത് നഷ്ടമായിരിക്കും. ഇതൊരു ഓവർ കോൺഫിഡൻസ് ഒന്നുമില്ല. പക്ഷേ ഈ ഒരു സെഷൻ കേൾക്കുന്ന ഓരോ വ്യക്തികളും, ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരും ഞാൻ ഇരുന്ന അതേ പാതയിലൂടെ, ഞാൻ വന്ന അതേ വഴിയിലൂടെ സഞ്ചരിച്ചത് കൊണ്ട് തന്നെ അവരിൽ ഒരാളായി തന്നെ അവരുടെ പ്രശ്നങ്ങളെയും അതേപോലെ തന്നെ ഈ സിസ്റ്റത്തിൽ വളരാനുള്ള കാര്യങ്ങളെയും നേർക്ക് നേർ കണ്ട് അതിനെ തരണം ചെയ്ത് ഈ ഒരു പ്രശ്നത്തിലേക്ക് എത്തിയ ഒരാളെന്നുള്ള നിലയ്ക്കാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരിക്കലും ഒരു വലിയ അവർക്കും കൂടി കേട്ട് കഴിഞ്ഞാൽ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ കിട്ടും എന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരെ വിളിച്ച് ഈ സെഷനിലേക്ക് കയറ്റാം. ഇത് റെക്കോർഡിക്കലി അവൈലബിൾ ആയിരിക്കും. ജോൺ ജോസഫ് സാർ അതിന്റെ റെക്കോർഡിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഹേമന്ത് സാർ വളരെ ഭംഗിയായിട്ട് എന്നെ പരിചയപ്പെടുത്തി. ഇനി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, നേരെ വിഷയത്തിലേക്ക് കടക്കാൻ പോകണം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ടോപ്പ് ഏർണർ ആയിട്ട് നമുക്ക് ഈ സിസ്റ്റത്തിൽ മാറാൻ പറ്റും. നമുക്കറിയാം ഈ സിസ്റ്റത്തിൽ ഒരുപാട് പേര് വരുന്നുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ എല്ലാവരും ആ ടോപ്പ് ഏർണർ കാറ്റഗറിയിലേക്ക് വരുന്നില്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ട്. കാരണം ഇത്രയും ജോയിനിങ്ങൾ വരുന്നുണ്ട്, ഇത്രയും ആൾക്കാർ ഈ സിസ്റ്റത്തിലോട് എടുക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ട്രെയിനിങ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, മെഗാ സെമിനാർ പ്രോഗ്രാമുകൾ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് വളരെ കുറച്ച് പേര് മാത്രം ഇതിലൂടെ വലിയൊരു വരുമാനം, ഞാൻ പറയുന്നത് വലിയൊരു വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷങ്ങളുടെ ഒരു വരുമാനത്തിലേക്കും വരുന്നത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമായിട്ട് ഒതുങ്ങുന്നു? സിമ്പിൾ ആണ് കാര്യങ്ങൾ. കാരണം നമ്മൾ സിസ്റ്റത്തെ ശരിയായിട്ട് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇനി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വേണ്ട വിധത്തിൽ അതിനെ ചെയ്യാൻ മുതിർന്നിട്ടില്ല. ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് അത് ചെയ്യാനുള്ള പ്രയത്നം നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്നില്ല. അപ്പൊ എന്താണ് സിസ്റ്റം, ആ സിസ്റ്റം നമുക്ക് എന്തൊക്കെ തരും എന്നുള്ളത് നമുക്ക് ചെറിയൊരു സ്ലൈഡിലൂടെ കാണാം. സോ ഇത് ബേസിക് ആയിട്ട് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ലൈഡാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ടോപ്പ് ഏർണർ ബ്ലൂ പ്രിന്റ്. അപ്പൊ നമുക്കറിയാം, നമ്മളൊരു ബിൽഡിംഗ് കെട്ടുമ്പോൾ, ഒരു വലിയൊരു ബിൽഡിംഗ്, ഒരു സ്ട്രക്ചർ, ഒരു 27 സ്റ്റോറി ഒക്കെ ഉള്ള ഒരു സ്ട്രക്ചർ നമ്മൾ കിട്ടുമ്പോൾ അതിനൊരു ബ്ലൂ പ്രിന്റ് വേണം. അതിനും ഒരു ബ്ലൂ പ്രിന്റ് വേണം. ഒരു സിംഗിൾ 1 BHK ഫ്ലാറ്റിനും ഒരു ബ്ലൂ പ്രിന്റ് വേണം. ഏതൊരു കാര്യത്തിലേക്ക് നമുക്ക് കിടക്കുമ്പോഴും ഒരു ബ്ലൂ പ്രിന്റ് വേണം. എന്തിനാണ് ഈ ബ്ലൂ പ്രിന്റ്? കാരണം എങ്ങനെ, എപ്പോ, എവിടെ വെച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് നമുക്ക് വേണം. അതേപോലെ തന്നെ RCMല് നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ വിചാരിക്കാതെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ അതിനെ പ്രയത്നിക്കാതെ തന്നെ നമുക്ക് കമ്പനി ഓൾറെഡി ഒരു സിസ്റ്റം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ 21 സ്റ്റെപ്സ്, അല്ലെ? 6 ബേസിക്സ്, 7 കോഴ്സ്, 8 കോഴ്സ് ആൻഡ് 7 കാർഡിനാൽസ്. ഇങ്ങനെ 21 സ്റ്റെപ്പുകൾ കമ്പനി ഓൾറെഡി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഈ കാര്യത്തെ വീണ്ടും വീണ്ടും ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. നമ്മുടെ ഫൗണ്ടേഷൻ ഓൾറെഡി ലേഡ് ആണ്. നമുക്കൊരു ബ്ലൂ പ്രിന്റ് തന്നിട്ടുണ്ട്. ഇനി ആ ബ്ലൂ പ്രിന്റ് അനുസരിച്ചിട്ട് നമുക്ക് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ടോപ്പ് ഏർണർ ബ്ലൂ പ്രിന്റ് ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 21 സ്റ്റെപ്പുകളെ ഒന്നും കൂടി മിക്സപ്പ് ചെയ്തിട്ട് കുറച്ചും കൂടി ഒരു സിംപ്ലിഫൈ ചെയ്തിട്ടാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഏൺ ഹൈ ടു ഫ്ലൈ ഹൈ. കൂടുതൽ വരുമാനം വാങ്ങുക, കൂടുതൽ ഉയരത്തിൽ പറക്കാൻ വേണ്ടിയിട്ട്. സോ എന്താണ് നമ്മുടെ ടോപ്പ് ഏർണർ ബ്ലൂ പ്രിന്റിൽ ഏറ്റവും ആദ്യം വരുന്നതിൽ നമുക്ക് നോക്കാം. ഈ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആരും ലീഡേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാരല്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കമ്മിറ്റ്മെന്റും മെച്യൂരിറ്റിയും സിസ്റ്റത്തിന്റെ ഒപ്പമുള്ള വളർച്ചയോടൊപ്പം കൂടുമ്പോൾ നമുക്ക് ഈ ലീഡർഷിപ്പ് ക്വാളിറ്റികൾ പതുക്കെ പതുക്കെ വരും. എങ്ങനെ വരും? നമ്മുടെ കൂടെ കുറച്ച് ആൾക്കാർ അസോസിയേറ്റ് ആവുമ്പോൾ അവരുടെ മേലിൽ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. കാരണം നമ്മൾ പറഞ്ഞിട്ടാണ് അവർ വന്നിരിക്കുന്നത്, വേണ്ട രീതിയിൽ ഗൈഡൻസ് കൊടുക്കണം. അങ്ങനെ അവർക്കൊരു ഗൈഡൻസ് കൊടുത്ത് അവരത് ഫോളോ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം അത് ചെയ്ത് കാണിക്കണം. അപ്പൊ ലീഡർ എന്ന് പറയുന്നത് ആദ്യം അത് ചെയ്ത് കാണിക്കുന്ന ഒരാളാണ്. ചെയ്ത് കാണിച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടുതലുള്ള സഹപ്രവർത്തകർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഒരു ലീഡർ. അല്ലാതെ നിങ്ങൾ ആദ്യം ചെയ്യ്, എന്നിട്ട് തെറ്റുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്നുള്ളതല്ല.
സോ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് മുന്നിൽ നയിക്കുന്ന ഒരാളാണ്. അത് സിസ്റ്റത്തിലൂടെ നമ്മൾ വളരുമ്പോൾ, ശ്രദ്ധിക്കണം, വളരുമ്പോൾ നമുക്ക് അറ്റൈൻ ചെയ്യുന്ന ക്വാളിറ്റിയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ആ ഒരു ലീഡർഷിപ്പ് പൂർണ്ണമായിട്ട് എത്തണമെങ്കിൽ നമ്മുടെ ഉള്ളിലും ഇൻബിൽട്ട് ആയിട്ടുള്ള ലീഡർഷിപ്പിലേക്ക് എത്തിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ വേണം. ആ 3 കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അതിൽ ഏറ്റവും ആദ്യത്താണ് മേക്ക് എ ന്യൂ ടീം ടു ടീച്ച് യുവർ ഓൾഡ് ടീം. ഇപ്പൊ ഈ ഒരു സിസ്റ്റത്തിൽ വന്നിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്ന ഒരാളാണ്, ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ ഒരു ലീഡറായിട്ട് മാറിക്കഴിഞ്ഞു. പക്ഷെ ഒരു ലീഡർ ആയി മാറിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വന്ന ടീമിൽ പല ആൾക്കാരും ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു ഓർഡറിൽ പോയിക്കൊള്ളുന്നില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങളോട് ചിലപ്പോൾ അവർക്ക് ചില കാര്യങ്ങളിൽ ഒരു വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കും. കാരണം ബഹുജനം പല വിധമാണ്. നമ്മൾ മറ്റേ ഏതൊരു കോർപ്പറേറ്റ് ഓർഗനൈസേഷനിൽ പോയാലും അവിടെ ഒരു ചട്ടക്കൂടിൽ വളർത്തി വലുതാക്കിയ ആൾക്കാരാണ് ക്വാളിഫൈഡ് ആവുന്നുള്ളത്. പർട്ടിക്കുലർ ആയിട്ട് ഒരു സ്ട്രീം എടുക്കുന്നു, അവിടുന്ന് ഒരു കോഴ്സ് പാസ്സാവുന്നു, ആ കോഴ്സിനനുബന്ധിച്ചിട്ടായിട്ട് ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ എടുക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പരിഭവങ്ങളോ കുറവായിരിക്കും. പക്ഷെ നമ്മുടെ ഈ ഒരു ബിസിനസ്, ഡയറക്ട് സെല്ലിംഗ് ഒരു ബിസിനസ്സിലേക്ക് പല വ്യക്തികൾ വരുന്നത് പല തരത്തിൽ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. ഇവരെ എല്ലാവരെയും ഒരേ റൂട്ടിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അതിനെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി അത് പക്വതയോട് കൂടിയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളെ നമുക്ക് ലീഡർ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. എന്നിരുന്നാൽ പോലും അങ്ങനെ ഹാൻഡിൽ ചെയ്താൽ പോലും നിങ്ങളുടെ ആശയങ്ങളായിട്ട് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആൾക്കാരും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇത് നമ്മൾ സത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതിന്റെ ഒരു ഫാക്ട് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ വിചാരിച്ച ഒരു ഔട്ട്പുട്ട് അവിടുന്ന് വരുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ ഒരു ന്യൂ ടീം ഫോം ചെയ്യണം. പഴയ ടീമിനെ തള്ളിപ്പറയുക അല്ലെങ്കിൽ പഴയ ടീമിനെ നമ്മൾ വേണ്ട രീതിയിൽ ശ്രദ്ധ കൊടുക്കുന്നത് നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവർക്ക് എന്ത് ചെയ്യണം? നമ്മൾ കാണിച്ചു കൊടുക്കണം. പുതിയൊരു ടീം സൃഷ്ടിച്ചിട്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യം ഇതേപോലെ നടപ്പിലാക്കിയാൽ ഈ റിസൾട്ട് കിട്ടുന്നത്. കാരണം പലപ്പോഴും നമുക്ക് വ്യക്തികൾക്ക് എന്ത് കൊടുക്കേണ്ടി വരും? ഒരു ഡെമോ കൊടുക്കേണ്ടി വരും. ആ ഡെമോ കണ്ടാലാണ് അവർക്ക് അതിലൊരു വിശ്വാസം വരുള്ളൂ. അത് ആരുടെ കുറ്റമല്ല. നിങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ചില കാര്യങ്ങളിൽ അവർക്കൊരു ഡെമോ വേണം. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊരു പുതിയ ടീമിനെ ഫോം ചെയ്ത് അവർക്ക് കാണിച്ചു കൊടുക്കണം. ഇതുപോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഇതുപോലെ നമുക്ക് റിസൾട്ട് കിട്ടും ഇങ്ങനെ ചെയ്താൽ. ഇപ്പൊ എന്റെ ടീമിൽ സപ്പോസ് ഇപ്പൊ എന്റെ ടീമിൽ കുറച്ച് പേരുണ്ട്. ഈ കുറച്ച് പേര് കുറച്ച് നാളായിട്ട് വേണ്ട രീതിയിൽ ഒരു ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ലെവലിലേക്ക് അവർക്ക് ഉയരാൻ സാധിക്കുന്നില്ല. അവർ സ്റ്റാഗ്നന്റ് ആയിട്ട് ഒരേ രീതിയിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരെ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വേറൊരു കൂട്ടം ആൾക്കാർ പാലിച്ചപ്പോൾ അവിടെ റിസൾട്ട് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുക്കണം. ആ ഡെമോ കാണിച്ചു കൊടുക്കുമ്പോൾ എന്തുണ്ടാവും? അവർക്ക് തോന്നും ശരിയാണ്, ഇദ്ദേഹം പറഞ്ഞ പോലെ ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടുന്നുണ്ട്. സോ ഇതിനെ നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്, നെവർ സ്റ്റോപ്പ് പ്രോസ്പെക്ടിങ്. നമ്മൾ ഏതൊരു ഉയർന്ന ലെവലിലേക്ക് എത്തിയാൽ പോലും ഒരു കാരണവശാലും നമ്മൾ പ്രോസ്പെക്ടിങ് നിർത്താൻ പാടില്ല, നമ്മൾ മാർക്കറ്റിംഗ് നിർത്താൻ പാടില്ല. നമ്മൾ അത് തുടർന്നുകൊണ്ടിരിക്കണം. കാരണം ഓരോ പുതിയ വ്യക്തികൾ നമ്മുടെ കൂടെ വരുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് കൂടുതലായിട്ട് വളരാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവും. എങ്ങനെ? കാരണം നമ്മൾ അവരെ കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്ത് നയിക്കുന്നുണ്ട്, അവരിലൂടെ വളർച്ച ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവർക്ക് തോന്നും യെസ്, എനിക്കും വളരാൻ സാധിക്കും, ഇദ്ദേഹം പറഞ്ഞത് ഫോളോ ചെയ്തു. കുറച്ച് സമയം ഞാൻ കേൾക്കാതെ ഇരുന്നിട്ട് ടൈം വേസ്റ്റ് ചെയ്തു, ഇനി ആ ടൈം വേസ്റ്റ് ഉണ്ടാവില്ല. ഇദ്ദേഹം ഇവർക്ക് കൊടുത്ത അതേ കാര്യങ്ങൾ ഞാൻ ചെയ്ത റിസൾട്ട് ഉണ്ടാവോ എന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. സോ മേക്ക് എ ന്യൂ ടീം ടു ടീച്ച് യുവർ ഓൾഡ് ടീം. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഇപ്പം നിങ്ങൾ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ചില വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു കുട്ടിക്ക് അമ്മ കുറുക്ക് കൊടുക്കുമ്പോൾ കുട്ടി അത് സ്പൂൺ ഇങ്ങനെ തട്ടി മാറ്റും. 2-3 വട്ടം തട്ടി മാറ്റുമ്പോൾ അമ്മ എന്ത് ചെയ്യും? ഒരു കളിപ്പാവ കയ്യിലെടുത്തിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് ആ കളിപ്പാവയ്ക്ക് ഇങ്ങനെ കൊണ്ടു കൊടുക്കുമ്പോൾ അത് വേണ്ടാന്ന് ഇങ്ങനെ തലകൊണ്ട് ആട്ടുമ്പോൾ 2 അടി ആ പാവയ്ക്ക് കൊടുക്കും. അപ്പൊ കുട്ടിയുടെ ഉള്ളിൽ ഒരു പേടി വരും, ഇനി ഞാനിത് കഴിച്ചില്ലെങ്കിൽ എന്തുണ്ടാവുക? എനിക്ക് അടി കിട്ടുന്നു. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു ഡെമോ ആണ്. എന്ത് സംഭവിക്കും, എങ്ങനെ റിസൾട്ട് വരും, ഈ രീതിയിൽ കാര്യങ്ങൾ ഫോളോ ചെയ്താൽ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ഡെമോ നമ്മുടെ എക്സിസ്റ്റിംഗ് ടീമിനെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അത് കൂടുതലായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കും. കാരണം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അവരോട് പറയുന്നില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മേക്ക് ദം ബിലീവ് ദാറ്റ് ദേ ക്യാൻ ഡു വാട്ട് യു ക്യാൻ ഡു. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നിങ്ങൾ അവരോട് പറയുന്നുള്ളൂ എന്നുള്ളതും കൂടി അവരെ ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് അത് നമ്മൾ ഈ ലെവലിലേക്ക് ഉയർന്നിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ നമുക്കത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. പക്ഷെ നമ്മുടെ സബോർഡിനേറ്റ്സിനോടോ അല്ലെങ്കിൽ നമ്മുടെ അസോസിയേഷനോടോ നമ്മൾ ഈ കാര്യം പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ അവരുടെ ലെവലിൽ നിന്ന് അത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഓൾവേസ് റിമെമ്പർ ദാറ്റ് മേക്ക് ദം ബിലീവ് ദാറ്റ് ദേ ക്യാൻ ഡു വാട്ട് യു. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നിങ്ങൾ അവരോട് പറയാനും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും അവർക്ക് അത് ശരിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുമെന്ന് കാണിച്ചു കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഫോളോ അപ്പ് ഉണ്ടാവില്ല, അതിന് തുടർച്ചയുണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും അത് പകുതി വെച്ചിട്ട് കട്ട് ഓഫ് ആവും. കാരണം ഒരു പോയിന്റ് എത്തുമ്പോൾ അവർക്ക് തോന്നും ഇങ്ങനെ ഇത് ചെയ്യുന്നില്ല, ഇദ്ദേഹം ഇത് ചെയ്യുന്നില്ല, അപ്പൊ പിന്നെ എന്തുകൊണ്ട് ഞാൻ ചെയ്യണം എന്നത്. സോ മേക്ക് ദം ബിലീവ് ദാറ്റ് ദേ ക്യാൻ ഡു വാട്ട് യു ക്യാൻ ഡു. അല്ലെങ്കിൽ അവരിൽ വിശ്വാസം ഉണ്ടാക്കണം,
ഇത് നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. എല്ലാവർക്കും എല്ലാതും ചെയ്യാൻ പറ്റില്ല. പക്ഷെ സെലക്ടഡ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് ചില കാര്യങ്ങളിൽ അവർ സൂപ്പർ ആയിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ നല്ലൊരു ലീഡറാണ്, നിങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്ത് ചില സെഗ്മെന്റുകൾ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന കഴിവുള്ള ഒരാൾ നിങ്ങളുടെ ടീമിലുണ്ടെങ്കിൽ അവരോടത് പറഞ്ഞു കൊടുക്കണം, എന്തുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇറങ്ങുന്നില്ല എന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ സെഗ്മെന്റിൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരു പക്ഷെ പെയിന്റിംഗ് ആയിരിക്കാം, നിങ്ങൾ ആ പെർട്ടിക്കുലർ സെഗ്മെന്റിൽ ഓൾറെഡി നോളജബിൾ ആണ്, അറിവുള്ള ആളാണ്, കഴിവുള്ള ആളാണ്, എന്നെക്കാളും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാൻ പറ്റും, പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. സോ ഈ രീതിയിൽ വേണം നമ്മുടെ ടീമിൽ വരുന്ന ആൾക്കാരെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് കീപ് ഇൻ മൈൻഡ് ദാറ്റ് യു നീഡ് ടു ബി ഡ്യൂപ്ലിക്കേറ്റബിൾ ആൻഡ് നോട്ട് ഓവർ ഡു തിങ്സ് ആസ് എ ലീഡർ. അതിന്റെ ഒപ്പം തന്നെ ഓർത്തിരിക്കേണ്ട കാര്യം, നിങ്ങൾ ചെയ്യുന്ന ആക്ഷൻ നിങ്ങളുടെ കൂടെ വരുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, അവർക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് തുടക്കത്തിൽ വരുന്ന ആൾക്കാർക്ക് ഈസിലി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കണം നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ വരുന്ന ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള വർക്കുകൾ. അത് കാണുമ്പോൾ തോന്നും, ഓക്കെ, ഇത് എനിക്കും ചെയ്യാൻ പറ്റും, ആൾക്ക് മാത്രമല്ല, ആൾ ആ ലെവലിൽ നിന്നുകൊണ്ട് മാത്രമല്ല, എനിക്കും ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് സിംപ്ലിഫൈ ചെയ്ത് അവർക്ക് കൊടുക്കണം. ആൻഡ് നോട്ട് ഓവർ ഡു തിങ്സ് ആസ് എ ലീഡർ. അതായത് കൂടുതലായിട്ട് അവർക്ക് ഭാരം തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. ചിലപ്പോ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഏകദേശം ഒരു 4 മാസം മുന്നേ ഞാൻ ഒരു ഹോം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോയി. ആ ഹോം മീറ്റിംഗ് ഞാൻ ക്ലാസ് ഒക്കെ എടുത്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, അവിടെ ആ ഹോം മീറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് വന്ന എക്സ്പെൻസ് ഭയങ്കര ഹ്യൂജാണ്. ഭയങ്കര ഹ്യൂജ് എന്ന് വെച്ചാൽ അവിടെ വന്നിരിക്കുന്ന ലീഡേഴ്സ് ആയിട്ടുള്ള ഞാനും പിന്നെ എന്റെ കൂടെ വന്നിരിക്കുന്ന 2 അസോസിയേറ്റ്സിനും മാത്രമല്ല, അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഫുഡ് അറേഞ്ച് ചെയ്തു. പിന്നെ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കസേരകൾ, വിച്ച് ഈസ് ഓക്കെ, കസേരകൾ നമുക്ക് ഡെഫിനറ്റ്ലി വേണം, അത് വാടക എടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഫുഡ് അറേഞ്ച്മെന്റ്, അതുപോലെ തന്നെ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്, അങ്ങനെ കുറച്ച് ഞാൻ നോക്കിയപ്പോൾ അൺനെസസറി എക്സ്പെൻസസ് ഉണ്ടാകുന്നു. അപ്പൊ എന്തുണ്ടാവുക വെച്ചാൽ, ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് തോന്നും, ഓ, നാളെ ഞാനും ഇതുപോലെ ഹോം മീറ്റിംഗ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ചെലവ് എനിക്കും വരും. സോ ഓൾവേസ് മേക്ക് ഇറ്റ് സിമ്പിൾ. ഒരാൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ നമ്മുടെ പ്രവർത്തനത്തെ അവരുടെ മുമ്പിലേക്ക് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ ഡ്യൂപ്ലിക്കേഷൻ കറക്റ്റ് ആയിട്ട് നടക്കൂ. പലപ്പോഴും ഡ്യൂപ്ലിക്കേഷൻ നടക്കാത്തതിന്റെ പ്രധാന കാരണം 2 കാര്യങ്ങളാണ്. ഒന്ന്, അവർക്ക് തോന്നും ഇങ്ങേർക്ക് ചെയ്യാൻ പറ്റുന്നവർ ഇങ്ങേർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ, എനിക്ക് ചെയ്യാൻ പറ്റില്ല. 2, ഈ കാര്യം ഇത്തിരി കൂടുതലാണ്, ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. ഈ 2 തോന്നലുകൾ വരുമ്പോഴാണ് ഡ്യൂപ്ലിക്കേഷൻ നടക്കാത്തത്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നമുക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇത്രയും കൊല്ലം സിസ്റ്റത്തിലുണ്ട്, ഇതിന്റെ കഴിവുകളും ഇതിന്റെ ആ ഒരു അറിവുകളും നമ്മൾ നേടിയെടുത്ത് അത് വീണ്ടും വീണ്ടും ചെയ്തിട്ടാണ് ഈ ലെവലിലേക്ക് എത്തിയത്. ഒരു പക്ഷെ പുതിയത് വന്ന ഒരാളോ അല്ലെങ്കിൽ വൈറ്റ് ലെവലിൽ നിൽക്കുന്ന ഒരാൾക്കോ പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാവുന്ന, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ അതിനെ അവതരിപ്പിക്കാൻ വേണ്ടി. സോ ടോപ്പ് ഓർഡർ ബ്ലൂ പ്രിന്റിലെ ആദ്യത്തെ പോയിന്റ് ആണ് ലീഡർഷിപ്പ്. ഇത് നമ്മളൊരു ഹൈറാർക്കിക്കൽ ഓർഡറിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏറ്റവും കൾമിനേഷൻ, ഏറ്റവും ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ആണ്.